ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയോ അരിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന കിണ്ണത്തപ്പം ഇല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം, അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കിണ്ണത്തപ്പം റെഡിയായി വരുന്ന സമയത്ത് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഞാൻ അല്പം നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും 1 നുള്ള് ഉപ്പും പിന്നീട് 1/2 കപ്പ് തന്നെ കോൺഫ്ലോറുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് കിണ്ണത്തപ്പം കിട്ടും. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലും ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ കോൺഫ്ലോർ ഉപയോഗിച്ചിട്ട് കിണ്ണത്തപ്പം ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇപ്പം എന്താ, ഒട്ടും കട്ടയില്ലാതെ തന്നെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ആ കോൺഫ്ലോറിൻ്റെ റോ ടേസ്റ്റൊക്കെ നമുക്ക് മാറി കിട്ടുകയുള്ളൂ. ഇപ്പം നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നെയ്യിൽ ഒന്ന് വറുത്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് തിക്കാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിലാകുമ്പോഴേക്കും നമുക്ക് നേരെ നെയ്യ് തടവി വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ തണുത്ത് വന്ന നമ്മുടെ കിണ്ണത്തപ്പം ഈ സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ട് വിട്ട് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണെന്ന്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ജെല്ലി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.